ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒപ്പോ നിയോ 5 എന്ന മോഡലിനെ കുറിച്ചാണ്. 1201 ഇതാണ് മോഡൽ നമ്പർ. ഇതിൻ്റെ പവർ സ്വിച്ച് ബേസ്, ഇത് എങ്ങനെ പവർ സ്വിച്ച് കംപ്ലൈൻ്റ് ആയാൽ ജമ്പർ കൊടുക്കാം, ചാർജിങ് ബേസ്, ചാർജിങ് കംപ്ലൈൻ്റ് ആയാൽ ഇത് എങ്ങനെയൊക്കെ റിപ്പയർ ചെയ്യാം, എങ്ങനെയൊക്കെ ജമ്പർ കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അഥവാ നിങ്ങളുടെ ഫോണിൻ്റെ ഓൺ ഓഫ് സ്വിച്ചാണ് കംപ്ലൈൻ്റ് എങ്കിൽ നിങ്ങൾക്കിവിടെ 3, 2, 5 ഗോൾഡൻ പോയിൻറ്റുകൾ കാണാം. ഇതിൽ ഈ നടുക്കത്തെ, അതായത് മൂന്നാമത്തെ കണക്ഷനാണ് ഇതിൻ്റെ സപ്ലൈ ലൈന്. ഒരു കണക്ഷൻ നിങ്ങൾക്കറിയാമല്ലോ, സ്വിച്ചിന് 2 കണക്ഷൻ ഉണ്ടാകും. അതിലൊരു കണക്ഷൻ ഇതും, ഒരു കണക്ഷൻ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് നിങ്ങൾക്ക് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് എവിടെയാണെന്നൊരു നെഗറ്റീവ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു സ്വിച്ചിന് 2 കണക്ഷൻ ഉണ്ടാകും. അതിൽ ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കും, ഒരെണ്ണം സപ്ലൈ ലൈനായിരിക്കും. സപ്ലൈ ലൈനാണ് ഇവിടെ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനാണെങ്കിൽ ഇവിടുന്ന് ഒന്ന് ഗ്രൗണ്ട് ചെയ്ത്, അല്ല ടീച്ചറിനോ മറ്റോ ഇവിടുത്തെ ഒന്ന് ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ജമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ ഓണായി വരുന്നതാണ്. അത് ഈ ടൈപ്പ് സ്വിച്ച് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത് ടൈപ്പ് സ്വിച്ച് വേണേലും ഇവിടെ കൊടുക്കാവുന്നതാണ്. S2-ൻ്റെ, സാംസങ് S2-ൻ്റെ ആ ടൈപ്പുള്ള സ്വിച്ചുകളൊക്കെ ജമ്പർ കൊടുക്കാൻ ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ പറയാനുള്ളത് ചാർജിങ്ങിനെ കുറിച്ചാണ്. ചാർജിങ്ങിൽ 5 പോളുകളാണുള്ളത്. ചാർജിങ്ങിൽ ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ചാർജിങ് കണക്ടറാണ്. ചാർജിങ് കണക്ടർ പൊട്ടിയതോ ഒക്കെ ആണെന്നൊരു ഈ ചാർജിങ് കണക്ടർ ഒന്ന് മാറുക. ഇത് സ്ട്രിപ്പായിട്ടാണ് വരുന്നത്. ഈ സ്ട്രിപ്പായിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഇതിൽ റിങ്ങറിൻ്റെ കണക്ഷൻ, നെറ്റ്വർക്ക് കണക്ഷൻ, മൈക്ക് കണക്ഷൻ, വൈബ്രേറ്റർ കണക്ഷൻ ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ചാർജിങ്ങിൻ്റെ മാത്രം കംപ്ലൈൻറ്റ് ഉള്ളതെന്നൊരു നിങ്ങൾ സ്ട്രിപ്പ് മാറേണ്ട കാര്യമില്ല. അപ്പം ഇതിൻ്റെ അങ്ങേ അറ്റത്തെയും കാല്, അതായത് നടുക്കത്തെ 3 ലെഗുകൾ ആവശ്യമില്ല, ആ 2 ലെഗുകളാണ് ആവശ്യമുള്ളത്. ആ 2 ലെഗുകൾ നിങ്ങളൊരു ജമ്പർ ഇട്ട് സോൾഡർ ചെയ്യുക. അതിൽ നെഗറ്റീവ് വോൾട്ടേജ് വരുന്ന ഭാഗം നിങ്ങൾക്ക് ഈ ഗോൾഡൻ കളറിൽ കാണുന്ന ഏത് ഭാഗത്തും നിങ്ങൾക്ക് സോൾഡർ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെയാണ് സോൾഡർ ചെയ്തേക്കുന്നത്. പിന്നെ പോസിറ്റീവ് ലൈനാണ്. പോസിറ്റീവ് ലൈന് നിങ്ങൾക്ക് ഇവിടെ ഈ സ്ട്രിപ്പിൽ കാണാം. ഇതൊരു തടിച്ച ഒരു ലൈൻ പോകുന്നു. ഇതിൻ്റെ സെൻട്രൽ ഒരു ഇച്ചിരി കട്ടി കുറഞ്ഞ ഒരു ലൈൻ പോകുന്നു. പിന്നെ ഇത് ഇച്ചിരി കട്ടി കൂടിയ ലൈൻ പോകുന്നു. അതാണ് മെയിനായിട്ടുള്ള 3 ലൈനുകൾ. അതിൽ ഈ സെൻട്രലിലുള്ള കട്ടി കുറഞ്ഞ ലൈൻ ഒന്ന് സ്ക്രാച്ച് ചെയ്തേച്ച് അങ്ങോട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് കണക്ഷൻ കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോർഡിലേക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാം. ബോർഡിലേക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കണമെങ്കിൽ ഈ ഭാഗത്താണ് കൊടുക്കുക. അതായത് ഇവിടെ കുറേ ഡോട്ടുകൾ കാണാം. അതിൽ ഈ കണക്ടറിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഡോട്ടിലേക്കാണ് വെക്കേണ്ടത്. പോസിറ്റീവ് വോൾട്ടേജ് ഇങ്ങോട്ട് കൊടുക്കുകയും നെഗറ്റീവ് വോൾട്ടേജും വേണേൽ ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് എവിടെയെങ്കിലും കൊടുക്കാവുന്നതാണ്. ചാർജിങ് കണക്ടർ ഈ സൈസ് വേണമെന്നില്ല, ഏത് ടൈപ്പിലും ഒരു ചാർജിങ് കണക്ടർ വെച്ചാൽ മതി. ഈ കേബിളിലല്ല ഫിക്സ് ചെയ്യുന്നെങ്കിൽ അങ്ങനെയാണെന്നൊരു നിങ്ങൾ ശരിക്ക് RR ഇട്ട് ഒട്ടിച്ച് കൊടുക്കണം, ഇതനങ്ങാതെ കണ്ട്. അല്ലാതെ വേറെ ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ചാർജ് നിങ്ങൾക്ക് ആദ്യം നോക്കിയിട്ട് ചാർജർ കുത്തിയിട്ട് ഇതിൻ്റെ ഈ കോണ്ടാക്റ്റിൻ്റെ സൈഡ് ഗമ്മിട്ട് വെച്ചേക്കുമായിരിക്കും സ്ട്രിപ്പുകളിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ചെറുതായിട്ട് സ്ക്രാച്ച് ചെയ്ത് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വോൾട്ടേജ് വരുന്നുണ്ടോയെന്ന് സാധിക്കും. അഥവാ വരുന്നില്ലെന്നൊരു കണക്ടർ പോയതാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെന്നൊരു കണക്ടർ ഒന്ന് മാറുക. എന്നിട്ട് നിങ്ങൾ ഈ സ്ക്രാച്ച് ചെയ്ത ഭാഗത്ത് വോൾട്ടേജ് വരുന്നുണ്ടോയെന്ന് നോക്കുക. അല്ലെങ്കിൽ ഇവിടെ നോക്കിയാലും മതിയാവും. ചില കേസുകളിൽ മൊബൈലിൽ കപ്പാസിറ്റർ, ചാർജിങ് സെക്ഷനിൽ കപ്പാസിറ്ററോ ഡയോഡോ ചാർജിങ് മോസ്ഫെറ്റുകളാണ് മിക്കവാറും സെറ്റുകളിൽ വരുന്നത്. ചിലതിൽ ചാർജിങ് IC വരുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം ഷോർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന 5 വോൾട്ട് കാണിക്കണമെന്നില്ല, കുറച്ച് കുറവേ കാണിക്കും. അത് ഷോർട്ടിങ്ങിനനുസരിച്ചിരിക്കും, എത്രമാത്രം ഷോർട്ടിംഗ് ഉണ്ട് എന്നനുസരിച്ചിരിക്കും ഇവിടെ കാണിക്കുന്ന വോൾട്ടേജ്. അങ്ങനെയുണ്ടെന്ന രീതിയിൽ ഈ കണക്ടർ പൊക്കി വെച്ചുകൊണ്ട് ഇവിടെ സ്ക്രാച്ച് ചെയ്ത് നിങ്ങൾ വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഐഡിയ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കപ്പാസിറ്റർ ചെക്ക് ചെയ്യേണ്ടത്, ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യേണ്ടത്, ഡയോഡ് ചെക്ക് ചെയ്യേണ്ടത്, കോയിൽ ചെക്ക് ചെയ്യേണ്ടത്, മോസ്ഫെറ്റ്, ചാർജിങ് IC ആയിട്ട് ഉപയോഗിക്കുന്ന മോസ്ഫെറ്റുകൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ അറിയാത്തവർക്കായിട്ട് പ്ലേലിസ്റ്റിൽ SMD കമ്പോണൻസ് ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് എല്ലാവിധ സ്പെയറുകളും
ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ കമ്പോണൻസുകളുടെ വർക്കിംഗ് എന്താണെന്നും ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്നത് നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന വീഡിയോകളാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഞാൻ മൊബൈൽ ടെക്നീഷ്യൻസിന് ഉപയോഗമുള്ള ചില ടിപ്സും മൊബൈലിൻ്റെ കുറേയധികം കംപ്ലൈൻറ്റും ഈ ചാനലിലൂടെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.